ട്രംപിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ സമീപനങ്ങൾ ഉൾപ്പെടെ പുത്തൻ നയവ്യതിയാനങ്ങളാണ് അമേരിക്കൻ ജനതയുടെ വിയോജിപ്പിന് കാരണമാകുന്നത്. ട്രംപിന്റെ നയങ്ങൾ അപമാനകരമാണെന്ന് തെരുവിൽ പ്രതിഷേധിച്ചവർ പറഞ്ഞു. ഗാസയിൽ വീണ്ടും ആക്രമണമുണ്ടായതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലേക്ക് ഹമാസ് വെടിയുതിർത്തതാണ് പ്രകോപനത്തിന് കാരണം. ഇന്ന് പുലർച്ചെ വരെ 2 ഇസ്രായേലി പട്ടാളക്കാർ ഉൾപ്പെടെ 35 പേർ മരിച്ചു. നെപ്പോളിയൻ ചക്രവർത്തിയും ഭാര്യയും ഉപയോഗിച്ചിരുന്ന വിലയേറിയ രത്നങ്ങൾ ഫ്രഞ്ച് ലൂവ്ര മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയി. ഒരു ദിവസം 1,00,000-ലധികം പേർ എത്തുന്ന ലൂവ്ര മ്യൂസിയത്തിൽ വെറും 4 മിനിറ്റിനുള്ളിലാണ് മോഷണം നടന്നതെന്ന് ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി റഷീദ ദത്തി പറഞ്ഞു. 1911 മോണോലിസ പെയിന്റിങ്ങും ഇതുപോലെ മോഷണം പോയിട്ടുണ്ട്. മാസങ്ങൾക്ക് ശേഷം ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നിന്ന് അത് കണ്ടുകിട്ടി. ഇന്ന് ദീപാവലി. നാടെങ്ങും പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും ആഘോഷങ്ങൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും ദീപാവലി ആശംസകൾ നേർന്നു. സ്വർണ്ണപ്പാളി മോഷണത്തിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ബ്ലൈഡ് പലിശക്കാരൻ കൂടിയാണെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. ധാരാളം പേരുടെ ഭൂമിയുടെ രേഖകൾ ഇയാൾ സ്വന്തം പേരിലാക്കിയതായും കണ്ടെത്തി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. PM ശ്രീ പദ്ധതിയിൽ ചേർന്ന് സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട 1,500 കോടി രൂപ നേടണമെന്ന CPI നയത്തെ വീണ്ടും CPI മന്ത്രിമാർ എതിർത്തതായി റിപ്പോർട്ട്. രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് എത്തുന്നത് പ്രമാണിച്ച് നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMAയിൽ ഫണ്ട് തിരിമറി നടന്നുവെന്ന് വ്യക്തമായതിനെ തുടർന്ന് സുരക്ഷാ പദ്ധതിയുടെ ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറി ഡോക്ടർ അജിയെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 1.21 കോടി രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് കണ്ടെത്തൽ. കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ ജീവനക്കാരിയെ ഹോസ്റ്റൽ കയറി പീഡിപ്പിച്ച ചെന്നൈ സ്വദേശിയെ പിടികൂടിയത് 200ഓളം CCTV ക്യാമറകളെ പിന്തുടർന്ന ശേഷമാണെന്ന് പോലീസ് അറിയിച്ചു. ഉറങ്ങിക്കിടന്ന യുവതിയെ കഴുത്തിൽ കത്തിവെച്ച ശേഷമാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. 3 SHOമാരും ഡാൻസ് ഓഫ് സംഘവും ഉൾപ്പെട്ട ടീമാണ് പ്രതിയെ പിടികൂടിയത്. യാത്രക്കാരിക്ക് പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് ജക്കാർത്തയിൽ നിന്ന് സൗദിയിലേക്ക് പോകുകയായിരുന്ന വിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കി. ഇന്തോനേഷ്യൻ സ്വദേശി ലിയോ ഫാറ്റോ നമാമത്ത് ആണ് വിമാനത്തിൽ കുഴഞ്ഞു വീണത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. സൗദിയിൽ നിന്ന് മദീനയിലേക്ക് പോയ SV-821 എന്ന വലിയ വിമാനമാണ് അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. സംസ്ഥാനത്ത് 25 DYSPമാരെ സർക്കാർ സ്ഥലം മാറ്റി നിയമിച്ചു. കാട്ടാക്കട RS അനിരൂപും ശംഖുമുഖത്ത് R റാഫിയും നെയ്യാറ്റിൻകര P അനിൽകുമാറും കഴക്കൂട്ടത്ത് ചന്ദ്രദാസും തിരുവനന്തപുരം ഫോർട്ടിൽ C ബിനുകുമാറും പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർമാരാകും. പെരുമ്പഴുതൂർ മുട്ടക്കാട് സ്വദേശിനി സലിതകുമാരി ആത്മഹത്യ ചെയ്ത കേസിൽ DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ പീഡിപ്പിച്ചതായി ആത്മഹത്യാക്കുറിപ്പ്. നെയ്യാറ്റിൻകര തൊഴിക്കലിലുള്ള അയാളുടെ ഓഫീസിൽ വച്ച് പീഡിപ്പിച്ചതായിട്ടാണ് ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലിൽ DJ പാർട്ടിക്കിടെ തലസ്ഥാനത്തെ ഗുണ്ടകൾ ഏറ്റുമുട്ടി 13 പേർക്ക് പരിക്കേറ്റു. സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഹോട്ടലിലായിരുന്നു സംഭവം. ഇന്നലെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് കനത്ത തോൽവി. ഓസ്ട്രേലിയ 7 വിക്കറ്റ് ബാക്കി നിൽക്കെ ഇന്ത്യ നേടിയ 136 റൺസ് മറികടന്നു.
മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയുടെ മാതാവ് എൻ ദേവകിയമ്മ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 മാസവും ഉയർന്ന നിലയിൽ തുടരുന്ന സ്വർണ്ണവില വീണ്ടും ഉയരുമെന്ന് തന്നെ കണക്കുകൂട്ടൽ. എന്നാൽ ഡോളറിന് ബദലായി രാജ്യങ്ങൾ സ്വർണ്ണശേഖരം കൂട്ടുന്ന രീതിക്ക് മാറ്റം വന്നാൽ സ്വർണ്ണവില കുത്തനെ താഴുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്നലെ 1 പവൻ ആഭരണം പണിക്കൂലിയും GSTയും ഉൾപ്പെടെ 1 ലക്ഷം കടന്നു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.